വൈകിട്ടേ വരൂ. രാവിലെ ജോലിക്കാന്ന് പറഞ്ഞ ഒരുത്തം പോയതാ. വരുമ്പോ 4 കാലേ വരും. ഇയാളൊക്കെ എന്നാണാവോ നന്നാവാൻ പോകുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടടി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ വരട്ടെ കേട്ടോ. അൻസിയെ, എന്താ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. എന്താ? ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ? ഇവിടെ ആരും വന്നില്ല. ആരും വന്നില്ലേ? ഇല്ലെന്ന്. സത്യം പറയാം, ഇവിടെ ആരാ വന്നു? സത്യമായിട്ട് ഇവിടെ ആരും വന്നില്ല. വന്നില്ല? ഇല്ലെന്ന്. ആരും വന്നില്ല. വന്നു. ഇന്ന് രാവിലെ ഇത്ര നേരിട്ട് ഒരാൾ മാത്രം ഇവിടെ വന്നു. ആരാ വന്നേ? പട്ടി. എന്റെ മനുഷ്യ തന്നെ ഉണ്ടല്ലോ. എടി എത്ര പട്ടി അടി പാരകന്റെ ചെരുപ്പിട്ടോണ്ട് പരിക്കാത്തോട്ട് വരുന്നത്. വിഷമം കയറുമ്പോ എല്ലാരും തന്നെത്താനായിരിക്കുന്നത്. നീ എപ്പോ വിഷമം കയറില്ലേ? എന്റെ തലക്കെട്ടാണല്ലോ. ഞാൻ എങ്ങനെയാണോ തല്ലായിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയല്ലേ തനിക്ക് എന്റെ സംശയം? സംശയോ? എടി എങ്ങനെ സംശയിക്കാതിരിക്കും? എടി ഞാൻ ആ ഷാപ്പിലോട്ട് ചെന്നപ്പോഴേ അവിടുന്ന് പൗലോസേട്ടും തോമസേട്ടും എന്താ പറയുന്നറിയോ? അവര് പറയുന്നത് കേട്ട് എന്റെ ചങ്ക് തകർന്നു പോയി. നിനക്കറിയോ അവരെന്ത് പറഞ്ഞാ നിങ്ങൾ ഈ പറയുന്നത്? അവരെന്ത് പറയുന്നോ? എടി നമുക്ക് എത്ര പിള്ളേരുണ്ട്? 3 പേര്. പ്രിൻസിയും ലിൻസിയും ജോമോനും. പ്രിൻസിയും ലിൻസിയും ജോമോനും. പ്രിൻസിയും ലിൻസിയുടെ കാര്യം ഓക്കെ. അപ്പൊ ജോമോനോ? ജോമോന്റെ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. ജോമോൻ ആരുടെ മോനാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ മനുഷ്യ ഒന്ന് പതുക്കെ പറയാൻ, പിള്ളേരപ്പുറത്തുണ്ടെന്ന്. ഓഹോ, അത് ശരി. അപ്പൊ പിള്ളാച്ചനപ്പുറത്തോടെ. സത്യം പറഞ്ഞ പിള്ളാച്ചനാണോ ജോമോൻ? ദൈവമേ, മനുഷ്യ പിള്ളാച്ചനല്ലെന്ന്. പിള്ളേര് ഇയാള് ഇന്ന് ഞാൻ എന്റെ കണ്ട കുടിയന്മാര് പറയുന്നുണ്ട് എന്റെ മെക്കട്ടോട് കയറാൻ വന്നോണ്ടല്ലോ. കേറുപടി, ഞാൻ കേറും. ജോമോൻ ആരുടെ മോനെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ മനുഷ്യ തന്നോട് ഞാൻ പറഞ്ഞില്ല തന്റെ മോൻ തന്നെയാന്ന്. എനിക്ക് വിശ്വാസം പോരാ. തനിക്ക് എന്നെ വിശ്വാസം ഇല്ല. തന്നോട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാനും പോവാ എന്റെ വീട്ടിലോട്ട്. നീ പൊക്കോ. നീ പോയി കഴിഞ്ഞാലോ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള സർവ്വ വഴി എനിക്കറിയാം കേട്ടോ. അവളിറങ്ങി പോകാൻ പോവാന്ന്. എവിടം വരെ പോകുന്നത് അറിയണേ. നീ പോയാലേ എനിക്ക് 100 പെണ്ണുങ്ങളാണ് എൻ്റെ പുറകെ ക്യൂ നിൽക്കുന്നത്. പോവാണെ എളുപ്പം ഇറങ്ങി പോകണം കേട്ടോ. ഒന്ന് ഇറങ്ങി പോടിവേ. നീ വന്നേ, ഇങ്ങോട്ട് വന്നേ. നീ ഇറങ്ങി പോവാണല്ലോ. ഇന്ന് മുതൽ നമ്മുടെ ബന്ധം അങ്ങ് തീർന്നു കേട്ടോ. ഇന്ന് മുതൽ നീ എന്റെ ഭാര്യയുമല്ല, ഞാൻ നിന്റെ ഭർത്താവുമല്ല, ജോമോൻ എന്റെ മോനുമല്ല. ഇന്ന് പോലെ താൻ എന്റെ ഭർത്താവുമല്ല, ഞാൻ തന്റെ ഭാര്യയുമല്ല. ജോമോന്റെ അച്ഛനാണെന്ന് എനിക്കറിയണം. എന്നാലേ ജോമോ മാത്രമേ ഉള്ളൂ എന്റേത്. അപ്പൊ പ്രിൻസിനെ ആരുടെയാ? നേരത്തെ ഇവിടെ പാരയും ചപ്പലിട്ട് പട്ടിയില്ലേ, ആ പട്ടിയുടെയാ. നമസ്കാരം. പാചകരംഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ പാചക ഇനത്തിൽ നമ്മൾ ഊണ് കഴിഞ്ഞ് എങ്ങനെ കൈ കഴുകാമെന്നതിനെ കുറിച്ച് പഠിച്ചു. അതിന് മുമ്പിലത്തെ ആഴ്ചയിലെ പാചക ഇനത്തിൽ ഉണ്ണുന്നതിന് മുമ്പ് എങ്ങനെ കൈ കഴുകാമെന്നതിനെ കുറിച്ച് പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ ജപ്പാനീസ് കോഴി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ജപ്പാനീസ് കോഴി മസാലയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, അതുപോലെ മല്ലിപ്പൊടി 2 ഡൈനിങ് ടേബിൾ സ്പൂണ്, അതുപോലെ മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂണ്, കായം 1 പാക്കറ്റ്, പങ്കായം 2 എണ്ണം, മുട്ടയുടെ വെള്ള 1 കപ്പ്, മുട്ടയുടെ മഞ്ഞ 2 കപ്പ്, മുട്ടയുടെ നീല 1/4 കപ്പ്. അപ്പോൾ മുട്ടയുടെ നീല നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് അല്പം നീലം ചേർത്ത് കലക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മുട്ടയുടെ നീലയായി കിട്ടും കണ്ടോ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ മസാലയുടെ കൂടെ ഉപയോഗിക്കുന്ന, അതായത് ഡെക്കറേഷൻ, ടൊമാറ്റോ ഡെക്കറേഷൻ എന്ന് പറയുന്ന സാധനമാണ്. അതായത് നമ്മളിങ്ങനെ എടുത്തിട്ട് അത് പോട്ടെ വേറൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക. അതായത് പഴം പോലുള്ള തക്കാളി ആകുമ്പം അരിയാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നന്നായിരിക്കും. തക്കാളി ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ ഫ്രൈ എന്ന് പറയുന്നത് വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞ് കഴിച്ച സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ തന്നെ ഭംഗിയില്ല. എനിക്ക് തന്നെ നമ്മളിങ്ങനെ ഓരോ തക്കാളികളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വളരെ നല്ല ഭംഗിയില്ല കണ്ടോ. അത് പറഞ്ഞാൽ തിരികെ ചെയ്ത് നമുക്ക് കണ്ടോ. ഇതിപ്പം വളരെ നല്ലൊരു വിഭവമാണ്, ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് ടൊമാറ്റോ ഡെക്കറേഷൻ ഫ്രൈ. ആദ്യത്തെ ചേരുവകളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളം നന്നായിട്ട് ഇങ്ങനെ കുത്തി അങ്ങോട്ട് ഒഴിക്കുക കണ്ടോ. ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കുമ്പോഴത്തേക്ക് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളകിക്കോട്ടെ കണ്ടോ. ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക.
ഇളക്കും. മല്ലിയില ഇടാം. മല്ലിയിലാണല്ലോ അത്യാവശ്യം. മല്ലിയില നമ്മൾ ഇടാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഇതിങ്ങോട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടേക്കാം. പച്ചമുളക് കുഴപ്പമില്ല, ഇട്ടില്ലാലും കുഴപ്പമില്ല. അത് ഓരോരുത്തർ ടേസ്റ്റ് പോലെ എരിവ് വേണ്ടവർക്ക് ഇടാം. അപ്പോൾ ഞാൻ അത് ഇടായിരുന്നു. എനിക്കൊരു ഇടായിരുന്നു. പിന്നെ കരിയാപ്പില ഇട്ടേക്കാം. കരിയാപ്പില ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കുറുക്ക് പരുവത്തിൽ കണ്ട, ഇങ്ങനെ കുറുക്ക് പരുവത്തിലാകുമ്പോഴും, കുറുക്കനല്ല ഇത് കുറുക്ക് പരുവം, ഇത് ഇങ്ങനെ കണ്ട നല്ല കുറുക്ക് പരുവത്തിലാകുമ്പോഴത്തേക്ക് പിന്നെ കുറുക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു അരമണിക്കൂർ ഷോർട്ട് ബ്രേക്ക്. അരമണിക്കൂർ ഷോർട്ട് ബ്രേക്ക് അതെന്തിനാ? ഈ ചിക്കൻ കറി ഉണ്ടാക്കാനേ വീട്ടിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാൻ അരമണിക്കൂർ എടുക്കും. ആഹാ. ഹലോ, മിസ് കോൾ ആയിരുന്നു. ചിത്ര, എടാ ചിത്ര, എന്താണ് ഇത്? 10 മണിക്കൂർ ഊട്ടിക്ക് വന്നിട്ട് 10 കാലായിരുന്നു ഉറങ്ങും. പണി സാറിന് അങ്ങനെ പറയാം. എന്താ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ട് പോലും അറിയോ? എന്താ തനിക്ക് എന്തായിരുന്നു പരിപാടി? എന്താ പരിപാടി? എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയോ? എന്തായിരുന്നു ഇത്ര വലിയ നൈറ്റ് എന്റെ ഡ്യൂട്ടി? പൊന്നു സാറ്, ഇന്നലെ തന്നെ ആ കത്രീനയും റീത്തം കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. കത്രീനയും റീത്തിയോ? അങ്ങനെ 2 പെണ്ണുങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലോ. പിന്നെന്താ? അത് പെണ്ണുങ്ങളല്ല, നമ്മുടെ അമേരിക്കയിൽ വീശിയ 2 കൊടുങ്കാറ്റുകളാ. അവർ കാരണം എത്ര പേര് മരിച്ചെന്നറിയോ? ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും? എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് അല്ലേ, നമുക്ക് തന്നെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് കാരണം ഒരു പണി നടക്കുന്നില്ല. തന്നെയല്ല, ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവന്മാർ ഇങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ടം കേട്ടോ. കേരളത്തിലെ പോലീസുകാർക്ക് എന്താണോ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു പാവപ്പെട്ട ഒരുത്തിനെ പിടിച്ചിട്ട് ഇവനെ ഉരുട്ടി ഇവിടെ കൊണ്ട് വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ശരീരം വയ്യാത്തല്ലേ, അവന് ഇവരുടെ എല്ലാവരും കൂട്ടത്തിൽ കിടത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നത്? അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം. സാർ അതൊന്ന് വിളിച്ച് ചോദിക്കണം. ചോദിക്കട്ടെ? സാറ് ചോദിക്കണം. ചോദിക്കാം. ഹലോ, ആ കേരള മുഖ്യമന്ത്രി അല്ലേ? ഇത് ഞാനാ കാലനാ യമലോകത്തുനിന്നാ. എന്ത് പണിയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ ഒരു പണിയാ. ഞങ്ങൾ 2 ദിവസം അവധി എടുത്ത് ഇവിടെ ഇരിക്കാം. ഇവിടെ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? മനുഷ്യന്റെ തോല് വിളിച്ചു മുളക് വളർത്തുന്നു, നൂൽപാലത്തിലൂടെ നടത്തുന്നു, ലിറ്റർ കണക്കിന് എണ്ണ മേടിച്ചു വെച്ചിരിക്കുക. ഇതെല്ലാം വേസ്റ്റ് ആയി പോവല്ലേ? ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക. വേണ്ട, അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? ശരി, ഓക്കെ. അടിപൊളി. കേരളത്തിലോട്ടല്ലേ വിളിച്ചത്? കേരളത്തിലോട്ട്. അവന്മാർക്ക് അത് വേണം. പിന്നെ ചിത്ര, നീ മാത്രം കഷ്ടപ്പെടുന്നു പറഞ്ഞ് നീ ഇങ്ങനെ വീമ്പിളക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിലേ നീ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ. ബില്ലോ? എന്റെ കഷ്ടപ്പാട് ആ ബില്ലിലുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ്. അത് തന്നെ. റോക്കറ്റ് ഉണ്ട് 50,000 രൂപ. പിന്നെ ഇത്രയും ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിന്നെ റോക്കറ്റ് അല്ല കപ്പലെ കൊണ്ടുവരാൻ പറ്റുമോ? അതിനിവിടെ റെന്റിന് റോക്കറ്റ് കിട്ടത്തില്ലല്ലോ. ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച റോക്കറ്റാ. അത് തിരിച്ച് റിട്ടേൺ പോയപ്പം ഞാൻ ചാടിക്കയറിയതാ. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മാര് പറയാം എന്നെ ഫുൾ പൈസയും വേണമെന്ന്. ഒരു കാര്യം പറയാം, കേരളത്തിൽ ചെന്ന് ഓട്ടോറിക്ഷ കയറിയാലും ഉണ്ടല്ലോ, അവർ പറയും ഓട്ടോറിക്ഷയുടെ വില വേണമെന്ന്. അത് ആ സ്ഥലം. ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ്, അതായത് എമ ഗവൺമെന്റ് സാറിനൊരു പോത്തിനെ അനുവദിച്ചു തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പോത്തിനെ കൊണ്ട് എന്താ ലാഭം? പോത്തിനെ കൊണ്ട് എന്താ ലാഭം എന്ന് സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഇര പിടിക്കുന്ന ജീവികളുണ്ടല്ലോ, അതാരാ? ഹൈവേ പെട്രോൾ, അവർ പിടിക്കത്തില്ല. പിന്നെ പെട്രോൾ അടിക്കണ്ട, പിന്നെ CC അടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, എന്തിനു വേണം ലൈസൻസ് പോലും വേണ്ട. ഇതൊക്കെ താൻ എന്ത് പറഞ്ഞാലും ശരി, ആ പോത്തിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം അതിന്റെ കാലൊടിഞ്ഞ് കിടക്കുക. പോത്തിന്റെ കാലൊടിഞ്ഞോ? അതെന്ത് പറ്റി? അതിന്റെ സ്വഭാവ ദൂഷ്യം. എന്ത് സ്വഭാവ ദൂഷ്യം? പോത്ത് എരുമയെ കണ്ടു. എരുമയെ കണ്ടോ? എന്നിട്ട് എന്ത് പറയാനോ കാലൊടിഞ്ഞു. ചേടാ, ഇതുങ്ങൾക്ക് ഉണ്ടോ പെൺവാണി ഫോൺ? എന്തായാലും നമ്മൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത്? എന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഉള്ള റൂം കൊണ്ട് ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സാറ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിച്ച് കൊടുത്തേക്കണം കേട്ടോ. എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതെ, ഇവിടെ ഇപ്പൊ എത്ര പേര് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് മാസാവസാനല്ലേ? എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കൊള്ളാം അല്ലേ? അപ്പൊ കണക്ക് വായിക്കാം. പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി 20,000. ബോഡി 20,000, ആത്മാവ് 20,000, വരവ് 20,000. ആയിക്കോട്ടെ. ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 50,000. ബോഡി 50,000, ആത്മാവ് 50,000, വരവ് 50,000. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 30,000.
ബോഡി 30,000, ആത്മാവ് 30,000, വരവ് 30,000. കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ 50,000. ബോഡി 5, ആത്മാവ് 5. ഇതിന് 5 പേരെ വന്നിട്ടുള്ളൂ ഇവിടെ. ഇതിന് പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലേ? എനിക്കറിയാൻ പാടില്ല. ഇതാണ് കുഴപ്പം. ഇതാരാ? 5 പേരിലുള്ള അത് ശരി, ഇതെന്താ ക്ലോക്കിന്റെ സംസ്ഥാന സമ്മേളനം? ഇതാണ് ഈ കാലിന് ഒരു ബോധമില്ലെന്ന് പറയുന്നത്. വെറുതെ മര്യാദക്ക് നാട്ടിൽ വാർക്കപ്പണി ചോണ്ടിരുന്നത് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കം വെച്ച് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ വല്ല ക്ലോക്ക് ഇടയിലും കയറിയിട്ട് വഴി തെറ്റി യമലോകത്തി ചെല്ലുക. അവസാനം പുള്ളിയുടെ വായിരിക്കണം കേൾക്കുക. സോറി ഏട്ടാ, ഞാൻ അറിയാതെ വന്നാൽ ഞാൻ നരകത്തിലേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ വഴി തെറ്റി വാച്ചിടേക്ക് സോറി. നരകമേ, സത്യം പറ. എടാ, നീ ഉദ്ദേശിക്കുന്ന നരകം തന്നെ ഇത്. ഇതാണ് നരകം? ഇതാണ് യമലോകം. ഇത് യമലോകത്തിന്റെ ഓഫീസാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? ഇത് യമലോകത്തിന്റെ ഓഫീസല്ലേ? ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യമുണ്ടാ? ഒരു ഓഫീസ് ആകുമ്പോൾ ഒരു ഒറ്റ ക്ലോക്ക് മതി. ഇതാണെങ്കിൽ എല്ലാം പല പല സ്പീഡിലാണ് കറങ്ങണത്. എടാ, ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കാ ഇത്. ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ? ഞാൻ ചോദിക്കണത് ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത്? എടോ, അത് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവാ. എന്റെ പൊന്നി, ഇത്ര എനിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ. എടാ, ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത്. അത് ശരി. അപ്പൊ കുറച്ച് പാപം ചെയ്തവനാ കുറച്ച് കറങ്ങും, ഇപ്പൊ കൂടുതൽ പാപം ചെയ്തവനാ സ്വല്പം കൂടി കൂടുതൽ. അങ്ങനെയാണല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കണ് ഒരു ക്ലോക്ക് ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. അതെന്താന്നറിയോ? അത് ജനിച്ചൊരെണ്ണം മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാണ്. അത് ശരി. അപ്പൊ ബർത്ത്ഡേ എന്ന് തന്നെ അവന്റെ ഡെത്ത് ഡേ നടന്നു. അതെ, അപ്പോയിന്റ്മെന്റ് അന്ന് തന്നെ അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു. അതൊക്കെ എന്റെ ക്ലോക്ക് എടുത്താ. എന്റെ ക്ലോക്ക് ക്ലോക്കോ? എന്റെ ക്ലോക്ക് താ. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. നിന്റെ പേരെന്താ? എന്റെ പേര് സുകുമാരൻ. സുകുമാരൻ. വീട്ടിലെന്ത് വിളിക്കും? എടാ സുകുമാരാ. അങ്ങനെ വിളിക്കും. ശരി. അപ്പൊ റൂം 86, റൂം നമ്പർ 86. സുകുമാരൻ വീട്ടിൽ. എടോ സുകുമാരൻ, എടാ സുകുമാരൻ എന്ന് വിളിക്കുന്ന സുകുമാരൻ. റൂം നമ്പർ 86 സാർ. റൂം നമ്പർ 86 അല്ലേ? 86. സുകുമാര, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മറ്റുള്ള ക്ലോക്ക് ഇരിക്കുന്ന ഈ ക്ലോക്ക് ഇതോടെ വെക്കുന്നോ അതോ താൻ തന്റെ റൂമിലേക്ക്? അത് വേണ്ട, ഇത് എന്റെ സ്വന്തം ക്ലോക്ക് അല്ലേ, ഞാൻ എന്റെ റൂമിൽ വെച്ചോളാം. അപ്പൊ ഓക്കെ, നമുക്ക് കാണാട്ടോ. റൂമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെക്കണം. ചിത്ര, അടുത്ത ടോക്കൺ വിളിക്കാം. ടോക്കൺ നമ്പർ 65. ഹലോ 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 ഹലോ. ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? ഇതാരാണ്? ഞാൻ കാലൻ. ഇതാണ് ആ കാലൻ? എന്റെ പൊന്ന് കാല, ഒരു കാര്യം പറയണ്ടായിരുന്ന. കൊച്ചുനാള് മുതൽ വടം വലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഈ കഴുത്തെ കയറോടൊപ്പം ഞാൻ ഓർത്ത് വടാന്നോർത്ത് വടംവലി മത്സരം ഈ വടത്തെ കയറി പിടിച്ചതാണ്. അത് ശരി. മോനെ ഇവിടെ കൊണ്ടുവന്ന. എന്താ പേര്? എന്റെ പേര് ജോസഫ്. ജോസഫ്. ബർത്ത്ഡേ 35/1971. ഡെത്ത് ഡേ 35/1968. ഏജ് എന്ന് പറഞ്ഞാൽ 34 വയസ്സ് വരും. ജോസഫ് അല്ലേ? ജോസഫിന്റെ റൂം നമ്പർ 87. 87 അല്ലേ? ഒരുപാട് ക്ലോക്ക് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? ക്ലോക്ക് ഒക്കെ ഉണ്ട്. ഈ ക്ലോക്ക് ഒക്കെ ഇവിടെ വരാൻ കാരണം? ജോസഫിനുണ്ടൊരു ക്ലോക്ക്. എനിക്ക് ക്ലോക്ക് ഉണ്ടാ? ക്ലോക്ക് തരും. ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ? സമയം 9:15. 9:15. മറ്റേ ക്ലോക്ക് 10:15, 11:15, 12:15, 1:15, 2:15. ഇതെന്താണ് പല ക്ലോക്കും പല ടൈമിൽ വർക്ക് ചെയ്യണത്? എന്റെ ജോസഫെ, ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അതിരിക്കട്ടെ, ജോസഫ് ആദ്യം ചെയ്ത പാപം ഏതാ? എന്റെ ആദ്യ പാപം എന്ന് പറയുന്നത്, ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം. അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന്. മനസ്സിലായോ? എന്താണ് താൻ എന്തിനാ കരുതെന്തിനാ? അറിയാവാ, കഴിഞ്ഞ 3 മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് നിഷ്കളങ്കയായിരുന്നു, പരിശുദ്ധയായിരുന്നു. അവള് മരിക്കും മുമ്പ് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവൾ ആദ്യം കൊണ്ടുവന്ന് എന്നെ രണ്ടാമത് കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുക, എന്റെ ഭാര്യയുടെ ക്ലോക്കെന്ന് കാണാൻ വല്ല മാർഗമുണ്ട്? എന്താ തന്റെ ഭാര്യയുടെ പേര്? ശോശാമ്മ. ശോശാമ്മ. വയസ്സെത്ര? 48. തനിക്ക് എത്ര വയസ്സുണ്ട്? 32. സാറേ, റൂം നമ്പർ 50 ശോശാമ്മ. റൂം നമ്പർ 50 ശോശാമ്മ. റൂം നമ്പർ 50 ശോശാമ്മയുടെ ക്ലോക്ക് ദൈവത്തിന്റെ മുറിയിൽ കൊണ്ട് വെച്ചിരിക്കും. സംതൃപ്തിയായി, തൃപ്തിയായി, എനിക്ക് സന്തോഷമായി. ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല. അല്ല, മരിച്ചല്ല, എനിക്കറിയാം എന്റെ ഭാര്യയെ കുറിച്ച്. അവൾ അത്രയ്ക്ക് നിഷ്കളങ്കയാണ്, അത്രയ്ക്ക് പരിശുദ്ധയാണ്, അത്രയ്ക്ക് പതിവൃതയാണ് അവൾ. എനിക്കറിയാം അവളുടെ ക്ലോക്ക് ദൈവത്തിന്റെ റൂമിലാണ്, വേറെ റൂമിലും പോകാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ അവൾക്ക്? അതെ, പരിശുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ മുറിയിലെ ഫാൻ കാർഡായിട്ടേ ദൈവത്തിന് കാറ്റ് കൊള്ളാൻ പകരം കൊണ്ട് വെച്ചിരിക്കുക തന്റെ പെണ്ണുമ്പിള്ളയുടെ ക്ലോക്ക്. അത്രയ്ക്ക് സ്പീഡാ.